പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ സവായോഗ മധ്യേ വായിച്ച തിരുവചന ഭാഗം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കുശവൻ്റെ വീട്ടിൽ. കുശവൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാം? മണ്ണുകൾ കുഴച്ച് പല രൂപത്തിൽ കലങ്ങളും കുടങ്ങളും ഒക്കെ വാർത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, കുശവൻ. കർത്താവ് ജെറമിയായോട് പറയുകയാണ്, നീ കുശവൻ്റെ വീട്ടിലേക്ക് പോവുക. കുശവൻ്റെ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ച് പറയാമെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, ഏകദേശം 50-52 വർഷക്കാലം ഇസ്രായേലിൽ, യഹൂദയിൽ പ്രവചിച്ച ഒരു പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. ഈ പ്രവാചകന്റെ ശബ്ദം ഈ ജനം കേൾക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ദൈവം പല നിലകളിൽ ഈ ജനത്തോട് ഇടപെടുകയാണ്, പ്രവാചകനോട് ഇടപെടുകയാണ്. അങ്ങനെ വിവിധമായ നിലകളിൽ ഈ ജനത്തോട് സംസാരിച്ച്, ഞാൻ കുശവനാണെന്നും നിങ്ങൾ എൻ്റെ കയ്യിലെ കളിമണ്ണാണെന്നും നിങ്ങളെ രൂപപ്പെടുത്തുവാൻ എനിക്ക് കഴിയുമെന്നൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇദ്ദേഹത്തെ കുശവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നൊരു ചരിത്രമാണ് ഈ ഒരു 12 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ മെസ്സേജിൻ്റെ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നുള്ളൊരു തലക്കെട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് അനേകം പദ്ധതികളുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള പദ്ധതികൾ ഈ ലോകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ആ പദ്ധതികൾ പല നിലകളിലാണ് നടപ്പിലാക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിനും തൻ്റെ ജനത്തെ ഓർത്ത്, ലോകത്തിലുള്ള മനുഷ്യരെ ഓർത്ത് ചില പദ്ധതികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. സദൃശ്യവാക്യം അഥവാ സുഭാഷിതങ്ങൾ 16-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. പ്രൈസ് ദി ലോർഡ്. അതിലിങ്ങനെയാണ് വായിച്ചത്: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനമോ കർത്താവിൻ്റെതത്രേ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മനുഷ്യൻ പല പദ്ധതികൾ ആലോചിച്ചുറച്ച് അത് ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവം പറയുകയാണ്, അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ നടപ്പിലാകാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഒരിക്കൽ ബാബേൽ ഗോപുരം തീർക്കുവാൻ മനുഷ്യരെല്ലാവരും കൂടി ചിന്തിച്ചു, അല്ലേ? നമുക്കെല്ലാവർക്കും വരുവിൻ, നമുക്ക് ഇഷ്ടിക ചുട്ടെടുത്ത് അറുത്ത് അത് ബാബേൽ ഗോപുരമായി പണിയാം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്ക് വിരോധമായ ഒരു പണി നമുക്ക് ചെയ്യാമെന്നാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുകയാണ്, പദ്ധതികൾ ഓരോന്നും ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ ദൈവം പറയുന്നു, നടപ്പിലാകുന്നത് എൻ്റെ തീരുമാനമായിരിക്കും. അത് വാസ്തവമായും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ അനേകം മഹാത്മാരെ എടുത്തുകൊള്ളുക, അല്ലെ? അനേകം മഹത് വ്യക്തികളെ നമുക്ക് ചരിത്രത്തിൽ കണ്ടാൽ അറിയാൻ കഴിയും. പക്ഷേ അവരുടെ തീരുമാനമൊന്നും, അവരുടെ വ്യാമോഹങ്ങളൊന്നും തന്നെ നടപ്പിൽ വരുത്തുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരു സൈറസിനെ നമുക്കറിയാം, കോരസ്. അദ്ദേഹത്തെ കൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തികളെ നമുക്കറിയാം. നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ ആലയത്തെ പണിയുവാൻ വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ച് നിയമം പുറപ്പെടുവിച്ച് അത് ചെയ്ത ഒരു ചരിത്രം നമുക്കറിയാം. ഇതേപോലെ ചരിത്രത്തിൽ ഓരോ വ്യക്തികളെയും ഇന്ന് നമുക്കറിയാം. അവസാനമായി വന്നെത്തി നിൽക്കുന്ന ലോക നേതാവ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിലെത്തി നിൽക്കുകയാ, അല്ലെ? ജെറുസലേമിന് വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പല കാര്യങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് ചെയ്തു നിൽക്കുന്നുണ്ട്. ആ വ്യക്തി എന്തെങ്കിലും ശ്രേഷ്ഠനായൊരു വ്യക്തി ആയതുകൊണ്ടല്ല, മറിച്ച് ദൈവം ചില കാര്യങ്ങൾ, പദ്ധതികൾക്ക് വേണ്ടി ചില അധികാരികളെ ദൈവം ചെയ്യുന്നു, ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം കളമൊരുക്കുമ്പോൾ ഓരോരോ വ്യക്തി ജീവിതങ്ങളെ ദൈവം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അതിനു വേണ്ടി കളമൊരുക്കുകയാണ്, അതിനുവേണ്ടി നടത്തുകയാണ് എന്ന് നമുക്കറിയാം, അല്ലേ? ഈ മനുഷ്യരാരും ചിന്തിക്കരുത്, ഇതെൻ്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ എൻ്റെ എന്തോ മേന്മ കൊണ്ടോ ചെയ്തെടുത്തതാണ് എന്ന് ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ നബൂഖദ്നേസർ രാജാവ്, അല്ലെ, ദൈവം ഇസ്രായേലിനെ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് വിട്ടപ്പോൾ അവിടെയുള്ളൊരു രാജാവിനെ ദൈവം ലോക നേതാവായി ഉയർത്തി, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ നേതാവായി ഉയർത്തി നബൂഖദ്നേസർ. അദ്ദേഹം പറയുകയാണ്,
ഇതെല്ലാം എൻ്റെ ധനമാഹാത്മ്യം കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും ഞാൻ നേടിയതല്ലേ എന്നുള്ള വാക്ക് മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വീണതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സുബോധം നഷ്ടപ്പെട്ടു. 7 വർഷം കാളയെ പോലെ പുല്ലും തിന്നുകൊണ്ട്, പക്ഷിയെ പോലെ തൂവൽ പോലെ വളർന്നുകൊണ്ട് താൻ വളരെ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ കാട്ടിൽ അലഞ്ഞു നടന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ രാജാവേ നബൂഖദ്നേസറേ, താങ്കൾ ഉന്നതനായൊരു മനുഷ്യനായിരുന്നാലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാ താങ്കളെ അവിടെ ആക്കിയിരിക്കുന്നത് എന്നുള്ള ചിന്ത ആ രാജാവിന് വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമുക്ക് ഓരോരുത്തർക്കും വേണം. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രാപ്തി കൊണ്ട്, എൻ്റെ ധനം കൊണ്ട്, എൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ഞാനിതെല്ലാം നേടിയെടുത്തത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർക്ക് ഓർക്കണം, ദൈവത്തിന് ഇത്രമേ പറയാനുള്ളൂ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവികമായ തൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് ധനം തന്നത്, മഹത്വം തന്നത്, വിദ്യാഭ്യാസം തന്നത്, ഭാര്യയെ തന്നത്, മക്കളെ തന്നത്. അല്ലാതെ ഞാനായി നേടിയെടുത്തതല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1-2 വചനം കൂടി വായിക്കാം. സങ്കീർത്തന പുസ്തകം 33-ന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കി കളയുന്നു. അവരുടെ പദ്ധതികളെ ദൈവം തകർക്കുന്നു. ബാബേൽ ഗോപുരത്തെ തകർത്ത് നമുക്കറിയാം. വായിക്കാം. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യന്റെ പദ്ധതികൾ ദൈവം തകർത്തിട്ട് ദൈവത്തിന്റെ പദ്ധതികൾ ശാശ്വതമായി നടപ്പിലാക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് വായിക്കാം. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ചിന്തയും പദ്ധതിയും പ്ലാനും അത് അവൻ മരിക്കുന്നതോടുകൂടെ അത് മണ്ണിനടിയിലാകി പോവുകയാണ്. അല്ലേ? നമുക്കത് വാക്യങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പദ്ധതികളെല്ലാം 146 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വെക്കരുത്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്ന് അവന്റെ പദ്ധതികൾ മണ്ണടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ വായിച്ചത്? എന്താ? അതായത് 146 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരമുണ്ട് എന്ന് കരുതി മനുഷ്യനിൽ നമ്മൾ ആശ്രയിക്കരുത്. കാരണം എന്താ? അവൻ മരിക്കുന്നതോടുകൂടി അവനിലുള്ള ആശ്രയം നിന്നുപോകും. അവൻ മരിക്കുമ്പോൾ അവൻ്റെ ആലോചനയും പദ്ധതിയും മണ്ണിനടിയിലായി പോകുമെന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പോഴോ ദൈവത്തിൻ്റെ ശാശ്വതമായ പദ്ധതികൾ നിലനിൽക്കുന്നു എന്ന് അവിടെ നമ്മൾ കാണുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. പ്രൈസ് ദി ലോർഡ്. വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ. ദൈവത്തിൻ്റെതല്ലാത്ത പദ്ധതികളിൽ നിന്നുകൊണ്ട് തങ്ങളുടേതായ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ഉദ്യമിക്കുന്നവരെ കുറിച്ച് ദൈവം പറയുക, അയ്യോ അവർക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലേ, ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊത്തവണ്ണം മനുഷ്യനത് മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ആലോചനകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടേതായ പദ്ധതികളുമായി മുന്നോട്ട് പോയ അനേകം വ്യക്തി ജീവിതങ്ങൾ നമുക്കറിയാം. ഉദാഹരണമായി കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ഉദ്യമിച്ചതെങ്കിൽ അവിടെയുള്ള പുരോഹിതന്മാരൊക്കെയോ എന്താണ് പറഞ്ഞത്? ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല, ഇവനെ നമുക്ക് കൊന്നുകളയാം. കണ്ടോ? ദൈവം ഒരു പദ്ധതിയുമായി വന്നപ്പോൾ അത് ഏറ്റെടുക്കേണ്ട പുരോഹിത ഗണം എന്താണ് ചിന്തിച്ചത്? ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല, ഇവനെ കൊന്നുകളയണമെന്ന് ആ തലമുറയിലെ ഏറ്റവും ഉന്നതനായ മഹാപുരോഹിതനാണ് ഇത് പറയുവാനിടയാക്കിയിരുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് നമുക്കറിയാം കത്തോലിക്ക സഭയിലെ പരമോന്നതനായ മാർപ്പാപ്പ, അല്ലേ? മാർപ്പാപ്പ പറയുകയാണെന്ന് കരുതുക, യേശു ക്രിസ്തുവിനെ നമുക്ക് കൊന്നുകളയാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കുണ്ടാവുന്ന ഒരു ചിന്ത എന്നതുപോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മഹാപുരോഹിതനായ ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാതെ പറയുക, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല, കണ്ടില്ലേ ലോകം മുഴുവനും ഇവന്റെ പിന്നാലെ പോവുകയാ, യേശുവിന്റെ പിന്നാലെ പോവുകയാ, ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല
ഇവരെ നമുക്ക് കൊന്നുകളയണം എന്നുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. പിന്നെ നമുക്കറിയാം യേശുവിനെതിരെ കള്ളസാക്ഷികൾ വരുന്നു. അല്ലെങ്കിൽ പണം കൊടുത്തു പോലും യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറയുകയാണ് അവനെ അവന്റെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾ കള്ളസാക്ഷ്യം പറയണം. നോക്കുക, ദൈവത്തിന്റെ പദ്ധതി ദൈവം നടപ്പിലാക്കാൻ വരുമ്പോൾ അങ്ങ് ആത്മീയ ഗുരുക്കന്മാർ പോലും ദൈവത്തിന്റെ പദ്ധതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടേതായ പദ്ധതികളിൽ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചല്ലോ, ദൈവത്തിൻ്റെതല്ലാത്ത പദ്ധതികൾ മെനയുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ പദ്ധതികൾ അവന്റെ ജീവിതത്തിൽ സഫലമാകും, അവൻ ഭാഗ്യവാനാണ് എന്ന് പറയുമ്പോൾ, അടുത്തത് മനുഷ്യനിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യന്റെ പദ്ധതിയിലും മനുഷ്യനിലുമുള്ള ആശ്രയം വയ്ക്കുമ്പോൾ, നമുക്കറിയാമല്ലോ ഒരു ലോക നേതാവായി ഉയർന്നു വരുമ്പോൾ നമ്മുടെ ചിന്ത ഈ നേതാവ് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു തരുമെന്ന. അപ്പോൾ പിന്നെ എല്ലാവരും പാർട്ടി മാറുന്നു, അല്ലെങ്കിൽ തങ്ങളായിരിക്കുന്ന സംഘടനകൾ മാറിയിട്ട് ഈ നേതാവിന്റെ കീഴിലാണ് നിരക്കുന്നു. കാരണം എന്താ? ഇപ്പോൾ പണവും അധികാരവും ഈ നേതാവിന്റെ കീഴിലാണുള്ളത്, അതുകൊണ്ട് ഈ നേതാവിന്റെ കൂടെ കൂടാം. അങ്ങനെ കൂടുന്നവരെ കുറിച്ച് പറയുക, അവന്റെ പദ്ധതികളൊക്കെയും അവൻ മരിക്കുന്നത് വരെയുള്ളൂ. അവൻ ഭരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അവൻ ഭരിക്കുന്നത് വരെയേ ഉള്ളൂ, അല്ലേ? ഒരു മനുഷ്യന്റെ പദ്ധതികൾ അവൻ മരിക്കുന്നത് വരെയോ അവൻ ഭരിക്കുന്നത് വരെയേ ഉള്ളൂ എന്നുള്ളത് ചരിത്രത്തിലുടനീളം നമുക്കറിയാം. ഇത് നമുക്കൊരു ബുദ്ധി ഉപദേശമായി ഇന്ന് പകലിൽ ദൈവസഭയോട് പറയുക. നമ്മൾ ആശ്രയം വെക്കേണ്ടത് എവിടെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കുന്നുവെങ്കിൽ ഇവിടെ പറയുന്നു അവന്റെ പദ്ധതികൾ സഫലമണിയും. മനസ്സിലായോ? അവൻ ആഗ്രഹിക്കുന്നത് ദൈവം അവന് കൊടുക്കും. ദൈവഹിത പ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ദൈവം തരാമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം, അല്ലേ? അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചോദിച്ചാൽ മാത്രമാണ് ആ ഒരു സുഗമമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയുള്ളൂ. റോമാലേഖനം 15:13 വായിക്കേണ്ട പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നത് മൂലമുള്ള സകല സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആത്മീകമായ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, അല്ലേ? ഈ ലോകത്ത് കിട്ടാത്ത ഒന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കൂടി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്, ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാഴ്ചക്കാലം ലോകത്തിന്റെ നാലാകോണുകളിൽ നടന്ന്, അല്ലെങ്കിൽ ലോകത്തിന്റെ നാലാകോണുകളിലും നമുക്ക് നടക്കുന്ന സംഭവങ്ങളെ കേട്ടും കണ്ടും എക്സ്പീരിയൻസ് ചെയ്തും ദൈവസഭയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാകേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെയായിരിക്കും ഈ പ്രസംഗം. കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കുന്നത് പോലെ ആയിരിക്കും ഈ പ്രസംഗം. അതുകൊണ്ട് കുടം നിവർത്തി വെക്കുക, ആ പെയ്യുന്ന മഴ ശേഖരിക്കുന്ന തരത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കി വെക്കുക എന്നുള്ളത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വായിച്ച തിരുവചന ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് യൂദായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരായി അനർത്ഥം കരുപിടിപ്പിക്കുന്നു, നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? അനുകൂലമായൊരു പദ്ധതിയല്ല ദൈവം നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ജെറമിയ പ്രവാചകനിലൂടെ ഇപ്പോൾ ജനത്തോട് പറയുന്നത്. കാരണം എന്താ? അങ്ങ് പ്രവാചകന്മാർ പ്രവചിച്ച് അവസാന പ്രവാചകനായി ജെറമിയ നിൽക്കുകയാ. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുന്നതിലും തൊട്ട് മുൻപ്, ബാബേലിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിലും തൊട്ട് മുൻപ് ലാസ്റ്റായി പ്രവചിക്കുന്ന ഒരു പ്രവാചകനാ ജെറമിയ. അപ്പോൾ ജെറമിയ 52 വർഷം പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഒരു കുശവൻ തന്റെ കളിമണ്ണ് കുഴച്ച് നല്ല രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളെ പണിതെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഇവര് പറയുകയാണ്, ഇതൊക്കെ വെറുതെയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യവുമില്ല എന്ന് പറയുക. അപ്പോൾ ദൈവം പറയുക, നിങ്ങൾക്കെതിരെ ഞാനൊരു പ്രവൃത്തി കരുപിടിപ്പിക്കുകയാ. എന്താ വായിച്ചത്? ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു, നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു. ആഹാ, ദൈവത്തിന് കൊള്ളാവുന്ന പദ്ധതിയുണ്ട്, അല്ലേ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്.
നമ്മളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പദ്ധതിയും ദൈവത്തിന്റെ കയ്യിലുണ്ട്, അല്ലേ? ഇത് രണ്ടും ദൈവത്തിന്റെ പദ്ധതി കയ്യിലുണ്ട്, അല്ലേ? നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമായി ജീവിക്കുവാനുള്ള പദ്ധതിയും ഈ ഗവൺമെന്റിനുണ്ട്, അല്ലേ? അത് കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്കതനുസരിച്ച് ജീവിക്കാം. എന്നാൽ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നല്ല ജയിൽവാസയോഗ്യമായ ശിക്ഷിക്കുവാനുള്ള പദ്ധതിയും ഗവൺമെന്റിനുണ്ട്, അല്ലെ? ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്, ജനത്തിന്റെ സമാധാനത്തിന് അത് ആവശ്യമാണ് എന്നതുപോലെ തന്നെ ദൈവിക ഗവൺമെന്റിനും ചില നിയമങ്ങളും പദ്ധതികളും ഉണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്കെതിരെയാണ് ഞാൻ ഇപ്പോൾ ഒരു പദ്ധതി തയ്യാറാക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ എതിരെയുള്ള പദ്ധതി. എന്നാൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹത്തിനുള്ള പദ്ധതിയെ കുറിച്ച് അവിടെ പറയുക. വായിക്കാം. ഞാൻ അവരെ അയച്ചിട്ടില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എന്റെ വാഗ്ദാനം നിറവേറ്റും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം പറയുകയാണ്, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ളൊരു പദ്ധതി എൻ്റെ കയ്യിലുണ്ട് എന്ന് ഈ പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുകയാണ്. അതെന്താ? നേരത്തെ വായിച്ചു, നിങ്ങളെ തകർക്കുവാൻ ഒരു പദ്ധതി ഞാൻ കരുപിടിപ്പിക്കുകയാണ്. ആ വാക്യവും 18-ന്റെ 11-ാം വാക്യവും 29-ന്റെ 10ഉം 11ഉം വാക്യവും വായിക്കുമ്പോൾ ഏകദേശം 70 വർഷത്തെ വ്യത്യാസമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ജെറമിയായോട് ദൈവം പറഞ്ഞു, ഈ ജനത്തെ തകർക്കുവാൻ ഞാനൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുക. ഇവർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ അവരെ തകർക്കാൻ പോവുക. 70 വർഷം നിങ്ങൾ എന്ത് ചെയ്യും? ബാബേലിന്റെ അടിമത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. 70 വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് മടക്കി വരുത്തുന്ന ഒരു പ്രവചനം ദൈവം കൊടുക്കുകയാ. അവിടെയാണ് പറയുന്നത്, എന്താണ് പറയുന്നത്? നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, രക്ഷയ്ക്കുള്ള പദ്ധതി. നിങ്ങളുടെ ഭാവി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിക്കുള്ളൊരു പദ്ധതിയാണ്, അനുഗ്രഹത്തിനും ക്ഷേമത്തിനുമുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് ദൈവം അറിയിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ച് അരുളപ്പാട് കേൾക്കുമ്പോൾ ആ ജനം എന്ത് ചെയ്യണമായിരുന്നു? ദൈവത്തിൽ ആശ്രയിക്കണമായിരുന്നു. എന്നാൽ ഇവരുടെ ആശ്രയം എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. ദൈവം ഇസ്രായേലിൽ നിന്നും അവരെ ബാബേലിലേക്ക് വിട്ടപ്പോൾ അവർ ചിന്തിച്ചു, ബാബേലിലേക്ക് പോകണ്ട, അടിമത്തത്തിലേക്ക് പോകണ്ട, ഇവിടെ നിന്നും ഈജിപ്തിലേക്ക് രക്ഷപ്പെടാം. കണ്ടു, ദൈവം അന്ന് അവർക്ക് വെച്ചിരുന്ന പദ്ധതി. ദൈവത്തെ അനുസരിച്ച് നിങ്ങൾ ബാബേലിലേക്ക് പോവുക, ദൈവം പറയുന്നിടത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിക്കുള്ളിൽ നിന്നവർ അവിടെ രക്ഷ പ്രാപിച്ചു. ദൈവം പറഞ്ഞു, എൻ്റെ പദ്ധതിയിൽ നിൽക്കാതെ ഈജിപ്തിലേക്ക് പോകുന്നവരെ കുറിച്ച് പറയുക. നിങ്ങൾ ആശ്രയിച്ച് ഇപ്പോൾ പോയിരിക്കുന്ന ഈജിപ്ത് ഉണ്ടല്ലോ, ഒടിഞ്ഞ ഞാങ്ങണയാണ്. നിങ്ങളതിൽ ചാരുമ്പോൾ നിങ്ങളുടെ കക്ഷത്തിൽ അതിനെ ഞാര് കുത്തിക്കേറും. ആര് കുത്തിക്കേറും എന്ന് ദൈവം പറഞ്ഞു. എന്താ അതിനർത്ഥം? നമ്മൾ കാലിന് സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ സ്ട്രെച്ചർ ഉപയോഗിക്കും, അല്ലേ? ഈ സ്ട്രെച്ചർ ബലമുള്ളതല്ല എങ്കിലോ അത് ഒടിഞ്ഞ് അത് നമ്മുടെ പള്ളക്ക് കയറി കഴിഞ്ഞാൽ അതിലും വലിയ ഗുരുതര വീഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത്, അല്ലേ? അപ്പോൾ ദൈവം പറയുക, നിങ്ങളുടെ കൈയും കാലൊക്കെ ഞാൻ ഒടിച്ചിട്ടിരിക്കുക. നിങ്ങളിനി ആശ്രയം എന്ന് പറയുന്ന സ്ട്രക്ചർ, ഈജിപ്ത് എന്ന സ്ട്രക്ചറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഒടിഞ്ഞ് നിങ്ങളുടെ പള്ളയിൽ കയറുന്ന സ്ട്രക്ചറാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അത് കൂടാതെയുള്ള, അതിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടുള്ള സെൽഫ് പ്രൊട്ടക്ഷൻ, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കാം അല്ലെങ്കിൽ മറ്റൊരുവരിൽ ആശ്രയിക്കാം എന്ന് പറഞ്ഞു പോകുന്നത് ഒടിഞ്ഞ സ്ട്രക്ചർ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ്. അതെന്തെങ്കിലും ഒടിഞ്ഞ് അവന്റെ പള്ളയിൽ തന്നെ കയറുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനാണ് പറയുന്നത്. 70 വർഷം കഴിഞ്ഞ് മടങ്ങി വരാനുള്ള ആലോചനയും ദൈവം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഐശ്വര്യ സമ്പൂർണമായ ഒരു ഭാവിയിലേക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പദ്ധതിയിടുന്നുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾ അതിലേക്ക് കയറും എന്ന് ദൈവം പറയുക. പ്രൈസ് ദി ലോർഡ്. ഇത് പഴയ നിയമത്തിലെ ചരിത്രമാണ് ഞാൻ വിവരിച്ചത്. ഇത് ഉടനീളം നമുക്ക് കാണാം. ദൈവം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, മനുഷ്യൻ പദ്ധതികൾ ആലോചിച്ച് ഉറപ്പിച്ചു വെക്കുക. എന്നാൽ നടപ്പിലാകുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കും, ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും എന്ന് നമുക്കറിയാം. ഈ പദ്ധതിക്ക് വിരോധമായി നിന്നവരൊക്കെയും ചരിത്ര താളുകളിൽ മറഞ്ഞുപോയി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
അന്ന് സീസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൈസർ എന്ന് പറഞ്ഞാൽ ദൈവത്തോളം ഉയർന്ന ഒരു സ്ഥാനമായിരുന്നു അന്നത്തെ തലമുറയ്ക്ക്. യേശു നിങ്ങളുടെ മശിഹയാണ്, ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സീസറാണ് നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സീസറാണ്, കൈസറാണ് ഞങ്ങളുടെ രാജാവ്, അല്ലേ? ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ് മനുഷ്യനിൽ ആശ്രയം വെച്ചപ്പോൾ ഈ മനുഷ്യന്റെ പേര് പോലും ദൈവം എന്ത് ചെയ്തു? പട്ടികൾക്ക് ഇട്ടുകൊടുത്തു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് കൈസർ എന്നുള്ള പേര് ആർക്കായിട്ട് കൊടുക്കുന്നത്? നമ്മുടെ മക്കൾക്കോ നമ്മുടെ അപ്പനമ്മയ്ക്കോ ആ പേരുണ്ടോ കൈസർ? ഇന്ന് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ദൈവം ഇട്ടുകൊടുത്തു കൈസർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഞൊടിക്കുമ്പോൾ ഒരു പട്ടി ഓടി വരും. ആ നാമത്തെ തന്നെത്താൻ ഉയർത്തിയവനെ ദൈവം താഴ്ത്തി ഒരു പട്ടിക്ക് ആ പേരിട്ട് കൊടുത്തു, അല്ലെ? അന്ന് സീസറേ എന്ന് പറഞ്ഞാൽ ദൈവമേ എന്ന് വിളിക്കുന്ന ആദരവോടുകൂടെ നിന്നു. ദൈവമല്ലാത്തതിനെ ആരാധിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ ആരാധിച്ച ആ മനുഷ്യന്റെ പേരെടുത്ത് പട്ടിക്കിട്ട് കൊടുത്തു എന്ന് നമുക്കറിയാം. ഇതാണ് മനുഷ്യന്റെ പദ്ധതികൾ തകിടം മറിയും, അവൻ മരിക്കുന്നതുവരെയുള്ളൂ. ആ പദ്ധതികളൊക്കെയും തകിടം മറിയാൻ അധികം സമയം വേണ്ട. ഇത് നമുക്കൊരു ബുദ്ധിപദേശമാണ്. പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോഴൊക്കെയും ദൈവിക പദ്ധതിയെക്കുറിച്ചും അത് വിട്ട് മനുഷ്യൻ കടന്നുപോയ ചിന്തിച്ചുറപ്പിച്ച പദ്ധതികളെ കുറിച്ചും നമുക്കറിയാം. അതെല്ലാം മനുഷ്യന്റെ പദ്ധതികളൊക്കെയും നാശത്തിലെത്തിയപ്പോൾ ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ് വിജയം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആനുകാലികമായി നമ്മൾ ആയിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളെ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു പദ്ധതി, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി, അല്ലേ? അത് നിർത്തൽ ചെയ്തിട്ടാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പദ്ധതി ദൈവം തുടങ്ങിയത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എല്ലാ ജനവും ചോദിക്കാറുണ്ട്, ഇന്ന് വിശ്വാസഗോളത്തിൽ മുൻപന്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പെന്തക്കോസ്ത് അടക്കം, ബ്രദറൻ സഭക്കാരടക്കം, അങ്ങനെ ഉന്നതമായ ആത്മിക ഗുരുക്കന്മാരടക്കം പറയുന്നൊരു കാര്യമുണ്ട്, ഓ, ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ ദൈവത്തിന് കഴിവില്ലാതെ പോയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിയത് എന്നവർ ചോദിക്കാറുണ്ട്. നമ്മളെ കളിയാക്കുന്നതാ. നമ്മൾ പറയുന്നല്ലോ, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി യഹൂദൻ തിരസ്കരിച്ചത് കൊണ്ട് അതിനെ നിർത്തൽ ചെയ്തുകൊണ്ടാണ് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയും അതിലൂടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പണിതെടുക്കുന്നതും റാപ്ചറിൽ നമ്മെ ദൈവം ചേർത്ത് കഴിഞ്ഞാൽ നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള സത്യം നമ്മളിങ്ങനെ പറയുമ്പോൾ ജനം പറയുകയാണ്, ഓഹോ, ദൈവത്തിന് തീരെ കഴിവില്ലാത്തൊരു ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ദൈവം ഒരു പദ്ധതി തുടങ്ങി, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ദൈവം വേറൊരു പദ്ധതി ചെയ്തു. അവരിങ്ങനെ കൂടി പറഞ്ഞു, ചിലരൊക്കെ ദോശയ്ക്ക് കലക്കി വെച്ചത് ശരിയാവാതെ വന്നപ്പോൾ ഇഡലി ഉണ്ടാക്കി, അങ്ങനത്തെ ഒരു ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് വളരെ പുച്ഛത്തോടു കൂടെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്തത് പാഴായിപ്പോയി, അപ്പോൾ എന്ത് ചെയ്തു? വേറൊന്ന് ചെയ്തു. അങ്ങനെയാണോ സംഭവം? നമ്മൾ അങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. അതിനാധാരമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങളെ, ഇന്ന് വായിച്ച വചനത്തെ നമുക്കൊന്ന് വായിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം. അത് POC ബൈബിളിൽ വായിച്ചാൽ തന്നെയാ അത് കൃത്യമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഞാനതൊന്ന് വായിക്കാം. ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യമോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ദൈവം എന്താ പറഞ്ഞത്? ഞാനൊരു രാജ്യത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കെ അവരുടെ ദുഷ്ടതയിൽ നിന്നും അവർ പിന്തിരിഞ്ഞാൽ ഞാൻ അവരോട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യും? ഞാനത് ചെയ്യുകയില്ല. നിനവേ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം, അല്ലെ? നിനവേ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? ഈ നിനവേ ഉന്മൂലനാശമാകാൻ പോവുകയാ എന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞതാ, ഞാൻ നിന്നെ നശിപ്പിക്കാൻ പോവുകയാ. എന്നാൽ ഇത് കേട്ടപ്പോൾ ആ ജനം എന്ത് ചെയ്തു? അവരുടെ പ്രവൃത്തികളാൽ അവരുടെ മാനസാന്തരം ദൈവസന്നിധിയിൽ തെളിഞ്ഞു വന്നപ്പോൾ ദൈവം പറയുക, ഞാൻ അവർക്ക് വെച്ചിരുന്ന അനർത്ഥത്തെ ഞാൻ എന്ത് ചെയ്തു? പിൻവലിച്ചു കളഞ്ഞു. അപ്പോൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കെ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ഞാൻ അവരെ നശിപ്പിക്കുകയില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നശിപ്പിക്കണ്ടേ എന്നാണ് ഈ കൂട്ടർ, ഈ കളിയാക്കുന്ന കൂട്ടർ ചോദിക്കുന്നത്. ശരിയല്ലേ? ദൈവം പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ ചെയ്യണ്ടേ? എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന വാക്കിന് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. അത് ആ ജനത്തിന്റെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. ഇവിടെ എന്താ വായിച്ചത്?
ഞാൻ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ടാൽ ഞാൻ അവരെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറയുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 9-ാം വാക്യം, ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുദപിക്കും. ദൈവം എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ജനത്തോട് ഞാൻ പറയുകയാണ്, നിന്നെ ഞാൻ നട്ടുവളർത്തി അനുഗ്രഹമാക്കി തീർക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്യും. പക്ഷേ എൻ്റെ വാക്കിനോട് വിഘടിച്ചവർ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ തകർത്ത് കളയും എന്നാണ്. അല്ലെങ്കിൽ അതിൽ നിന്നും ദൈവം അനുദപിച്ച് പിന്മാറും എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞതിന്റെ സാരം എന്താ? ഒരുവന് നാശം ദൈവം പ്രഖ്യാപിച്ചുവെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടാൽ നാശത്തിൽ നിന്ന് ദൈവം പിന്മാറും. ഒരുവനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുവാൻ വരുമ്പോൾ അവൻ പിന്തിരിഞ്ഞു പോയാൽ അനുഗ്രഹത്തിന് പകരം ദൈവം ശാപം കൊടുക്കുമെന്ന് ഇവിടെ നമുക്ക് കാണുകയാണ്, അല്ലെ? അപ്പോൾ ഇവിടെ ഇതാ ദൈവരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം യഹൂദർക്ക് കൊടുക്കുവാൻ ദൈവം വന്നപ്പോൾ, യഹൂദനെ അവരെ ദൈവം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ അനുഗ്രഹത്തെ തിരസ്കരിച്ചു കളഞ്ഞു എന്ന് നമുക്കറിയാം. മഹാപുരോഹിതന്മാർ ആരൊക്കെയാണ് തിരസ്കരിച്ചത്? സ്നാപക യോഹന്നാനെ, പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ, 12 അപ്പോസ്തലന്മാരെ, സ്തേഫാനോസിനെ, ദൈവത്തിന്റെ ആത്മാവിനാൽ പറയപ്പെട്ട എല്ലാവരെയും തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ഈ ജനം ദൈവത്തെ തിരസ്കരിച്ചപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദൈവരാജ്യം ദൈവം എന്ത് ചെയ്തു? അല്പമായി ഹോൾഡ് ചെയ്തു, അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നതിന്റെ സാരം. ഇത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ദൈവം ഇത് തന്നെയല്ലേ പറഞ്ഞത്? തരാമെന്ന് പറഞ്ഞൊരു കാര്യം ദൈവം തന്നിരിക്കും, പക്ഷേ അതിനവൻ യോഗ്യനല്ലെങ്കിൽ അവനത് കൊടുക്കുകയില്ല. അല്പകാലതാമസം വരും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ലേ, നിനക്കൊരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞു. 75-ാം വയസ്സിൽ ദൈവം വാഗ്ദത്തം കൊടുത്തതാ. അങ്ങ് 99-ാം വയസ്സിലാണ് ഇത് കിട്ടിയത്. 10, 24, 25 വർഷം അബ്രാഹം കാത്തിരുന്നു. എന്തേ ഇങ്ങനെ കാത്തിരിക്കാൻ കാരണം? അതിനിടയിൽ അബ്രാഹത്തിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ചില അനുസരണക്കേടുകളും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ അബ്രാഹാം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ഭാര്യയായ സാറയുടെ വാക്ക് കേട്ട് ചെയ്തതിന്റെ തിക്താനുഭവം ഇന്നും 2025 ഈ മാസം ഈ ഞായറാഴ്ച പകൽക്കാലം നിൽക്കുമ്പോൾ അത് ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. അബ്രാഹത്തിന് സാറയിൽ കൂടാതെ മറ്റൊരു ഭാര്യയിലുണ്ടായ സന്തതി പരമ്പരകളിൽ നിന്നുള്ള ശല്യം. റൈസലോട് ചരിത്രം പഠിക്കണം. ഇന്നത് നമുക്ക് കേരളത്തിൽ തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമുക്കിത് പറയാൻ സാധിക്കുകയില്ല. അത് ദൈവത്തെ അനുസരിക്കാതെ അബ്രാഹാം ചെയ്തതിന്റെ ഒരു തിക്താനുഭവമാ. ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതി നിന്റെ ഭാര്യയായ സാറയിൽ ഞാൻ തരുമെന്ന് പറഞ്ഞത്. എന്നാൽ സാറ കാത്തിരുന്നു. 5-10 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം പറഞ്ഞത് എവിടെ? ഇതാ എന്റെ ദാസിയായ ഹാഗർ, ഇതിൽ നിനക്കൊരു കുട്ടി ഉണ്ടാവട്ടെ, ആ കുട്ടി എന്റേതായിരിക്കും. അന്ന് അങ്ങനെയാ, ദാസിമാർക്കുണ്ടാവുന്ന കുട്ടിയും യജമാനത്തിയുടെയാ. അപ്പോൾ അബ്രാഹാം പറഞ്ഞു ശരി. അപ്പോൾ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുൻപേ ഒരു ഇസ്മായേൽ ഈ കുടുംബത്തിൽ ജനിച്ചു വീഴുകയാ. ഈ ഇസ്മായിലിന്റെ സന്തതികളാ ചുറ്റിക്കിടക്കുന്ന അറബികളെന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അന്ന് ഭാര്യയായ സാറയുടെ വാക്ക് കേട്ട് ദൈവവാക്ക് കേട്ടിരിക്കാതെ പോയ അബ്രാഹാമിനെ പറ്റിയ അബദ്ധം. അബ്രാഹാമിനെ പറ്റിയ അബദ്ധം പറയാൻ തക്കവണ്ണം ഞാൻ ആളാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടും ചരിത്രത്തിൽ ഇന്ന് നമ്മളത് കാണുന്നതുകൊണ്ടും ഇപ്പോഴും നമ്മളിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ റോക്കറ്റ് അയച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. എന്നാൽ ഇതൊക്കെയും സംഭവിക്കേണ്ടത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ദൈവം പറയുന്നു, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വന്ന ദൈവത്തെ അവർ തള്ളിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി. അതെന്ത് പദ്ധതിയാ? എൻ്റെ പണം മുടക്കി നടപ്പിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പദ്ധതിയാണോ? എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു പദ്ധതിയാണോ അത്? ഒരിക്കലുമല്ല. ലളിതമായി ഒരു മനുഷ്യന് പോലും രക്ഷ നഷ്ടപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് കർത്താവ് ഒരു പദ്ധതി ചെയ്തു. ആ പദ്ധതിയെ കുറിച്ചാണ് ഇനി നമ്മൾ അല്പമായി ചിന്തിക്കാൻ പോകുന്നത്. എഫെസ് ലേഖനം നമുക്കൊന്ന് എടുക്കാം. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ POC ബൈബിളിൽ നിന്ന് നമുക്കൊന്ന് വായിക്കാം.
ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ക്രിസ്തുവിൽ നിവർത്തിച്ച തന്റെ അഭീഷ്ടമനുസരിച്ചുള്ള ഒരു പദ്ധതിയുടെ രഹസ്യം ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു. കണ്ടു, ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അതിന്റെ ഒരു രഹസ്യം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഈ POC ബൈബിളിൽ വായിച്ചാൽ തന്നെയാ അതിന്റെ കൃത്യമായ ആശയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച്. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടം, തന്റെ ഇഷ്ടം ദൈവം ക്രിസ്തുവിലൂടെ നിവർത്തിച്ചു. വായിക്കാം. അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ നിവർത്തിച്ച ആ പദ്ധതിയുടെ ഒരു രഹസ്യമുണ്ട്. അത് ആർക്കും അറിയില്ലായിരുന്നു. ദൈവം ക്രിസ്തുവിലൂടെ ഒരു പദ്ധതി നിവർത്തിച്ചു. അത് ആർക്കും അറിയില്ലായിരുന്നു. കാരണം എന്താ? അത് അനാദികാലം മുതലേ മറയ്ക്ക് വെക്കപ്പെട്ടിരിക്കുന്ന ഒന്നായിരുന്നു. ആർക്കും വെളിപ്പെടുത്തിയില്ല. കാരണം യഹൂദൻ ഇത് തിരസ്കരിച്ചപ്പോൾ കണ്ടേ, ദൈവം ഒരുവനെ അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ അവൻ അനുസരണക്കേട് കാണിച്ചാൽ അവന്റെ അനുഗ്രഹത്തെ കുറിച്ച് ദൈവം അനുദപിക്കും. ദൈവം ദൈവരാജ്യം ഇതാ വന്നിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെട്ടതിലേക്ക് കയറിക്കോ, ഫ്രീ ആയിട്ട് നിങ്ങൾ മനസാന്തരപ്പെട്ടതിലേക്ക് കയറിക്കോ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവര് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ദൈവം ചെയ്തു, ദൈവരാജ്യം പോയിട്ട് അവർക്ക് സ്വന്തം രാജ്യത്ത് പോലെ നിൽക്കുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. AD 70 അല്ലെങ്കിൽ AD 30 32 കാലഘട്ടത്തിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോൾ AD 70 ദൈവരാജ്യം തരാമെന്ന് പറഞ്ഞ യഹൂദനെ സ്വന്തം രാജ്യത്ത് നിന്ന് പോലും ദൈവം അടിച്ചു പുറത്താക്കി. ദൈവം അവിടെ അനുദമിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ജനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ നന്മ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, അവരെ കൂടി ലജ്ജിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു പദ്ധതി ഞാൻ ഇവിടെ കൊണ്ടുവരികയാ. ആ പദ്ധതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. FS ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചത്. ഇനി അത് സത്യവേദ പുസ്തകത്തിലും കൂടി ഞാനൊന്ന് വായിക്കാം. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം എന്നാണ്, തന്റെ ഇഷ്ടത്തിന്റെ മറച്ചു വെക്കപ്പെട്ടിരുന്ന ഒരു മാർമിക സത്യം അവൻ നമ്മളോട് അറിയിച്ചു. സത്യവേദ പുസ്തകത്തിൽ എന്താ വായിച്ചത്? ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി. അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം. ഇവിടെ ഹിതത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ വലിയ പിടിയൊന്നും കിട്ടുകയില്ല. സത്യത്തിൽ നമ്മളിത് പഠിച്ചതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ അതെടുത്ത് ഈ POC ബൈബിളിൽ ഒന്നും കൂടി വായിച്ചപ്പോൾ ദൈവം ഇത് എത്രയോ ലളിതമായിട്ടാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി താഴേക്ക് വായിക്കാം. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. ഇത് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു പദ്ധതി, ദൈവരാജ്യം എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് മാറി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഒരു പദ്ധതിയിലൂടെ എല്ലാ മനുഷ്യർക്കും സൗജന്യമായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ സ്വർഗത്തിൽ പോകുവാനുള്ള ഒരു പദ്ധതി ദൈവം തന്നു. അത് മറയ്ക്ക് വെക്കപ്പെട്ടിരിക്കുന്ന ഒന്നായിരുന്നു എന്നും അത് ഇപ്പോഴാണ് അത് തന്നിലൂടെ വെളിപ്പെടുത്തിയതെന്നും പൗലോസ് പറയുന്നുണ്ട്. അത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങ് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേമിൽ നിത്യമായി ദൈവത്തോടു കൂടെ മനുഷ്യരായിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആ പ്ലാൻ നിർത്തിക്കൊണ്ടാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നിപ്പിക്കണമെന്നുള്ള ദൈവിക പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ആ കാര്യം നടപ്പിലാക്കുവാൻ വേണ്ടി ദൈവം ഇപ്പോൾ ക്രിസ്തുവിലൂടെ നിവർത്തിച്ച ഒരു രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ആ രഹസ്യം എന്താണാവോ? കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന മാത്രയിൽ എന്താണ് സംഭവിക്കേണ്ടത്? താഴേക്കൊന്ന് വായിക്കാം. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. അവിടെ പറയുന്ന കാര്യം കേട്ടോ, തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന തന്റെ പദ്ധതി അനുസരിച്ച്. അപ്പോൾ
നേരത്തെ നമ്മൾ വായിച്ചു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെത് അത്രേ. അല്ലേ? ഇന്ന് ലോകത്ത് പല നേതാക്കന്മാരും പല രാജ്യങ്ങളും അല്ലെ കിടപിടിച്ച് മത്സരിക്കുകയാ ഈ ലോകത്തിൽ 1-ാം നമ്പർ ശക്തിയായിക്കൊണ്ട് ലോകത്തെ ഭരിക്കുവാൻ. ഇത് വല്ലതും നടപ്പിലാകുന്ന സമിതിയാ വല്ലതാണോ? ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ വിശാല ഇസ്രായേലിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇസ്രായേൽ വല്ലതും കൂട്ടിയാൽ കൂടുമോ? ദൈവം നിശ്ചയിച്ച ഒന്നുണ്ട്, ക്രിസ്തുവിൽ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും വീണ്ടും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കണം. ഇപ്പോൾ എന്താ വായിച്ചത്? തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം ദൈവം പൂർത്തിയാക്കും. മനുഷ്യന്റെ ഇഷ്ടങ്ങൾ അവൻ മരിക്കുന്നതോടുകൂടി അതിന്റെ മണ്ണിനടിയിലായി പോകുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് പദ്ധതിയിൽ നിൽക്കാനാണ് താല്പര്യം കാണിക്കേണ്ടത്? നമ്മുടെ ചിന്ത ഈ ഭൂമിയിൽ കുറച്ച് സെറ്റപ്പൊക്കെ ഒരുക്കി നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തിന്നുകുടിച്ച് ജീവിതാവസാനം വരെ സന്തോഷമായി ജീവിക്കുക. ഇതിനപ്പുറത്തേക്കുള്ളൊരു നിത്യതയെക്കുറിച്ചൊരു മനുഷ്യനും കാഴ്ചപ്പാടില്ല. ക്രിസ്തീയ ഗോളത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും കാഴ്ചപ്പാടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, തൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം സകലതും ചെയ്യുമെന്ന്. എഫെസ്യ ലേഖനം 1:9 മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങളിൽ വായിക്കുകയാണ്. അങ്ങനെ താഴേക്ക് വായിക്കാം. രക്ഷയുടെ സദ്വർത്തമാനമായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സുവിശേഷം കേട്ട മാത്രയിൽ ദൈവം തന്റെ രഹസ്യം, പദ്ധതിയുടെ രഹസ്യം വെളിപ്പെടുത്തി തന്നപ്പോൾ ആ കേട്ട സത്യം വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. നമ്മളൊരു മാർക്ക് വെച്ചിരിക്കുകയാ, നമുക്കൊരു ID കാർഡ് തന്നിരിക്കുകയാ, പ്രവേശനത്തിനുള്ള അനുമതി തന്നിരിക്കുകയാ. അല്ലെ? ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലേ, ആ ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപ് തങ്ങളുടെ ID കാണിക്കണം, അല്ലെങ്കിൽ പഞ്ച് ചെയ്യണം. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടല്ലേ? അല്ലേ? ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുക്കണം എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ. അല്ലേ? ടിക്കറ്റും പാസ്പോർട്ടും വിസയും ഇതെല്ലാം കാണിച്ചു കൊടുത്ത് എന്നാലേ ഞങ്ങൾ പ്രവേശനം ലഭിക്കുകയുള്ളൂ. നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള പ്രവേശനത്തിനായി ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന ബോർഡിംഗ് പാസ്സാണ് ഏത്? പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഒരു സീലടിച്ച് തന്നിരിക്കുകയാ നമ്മെ. ഇത് ദൈവത്തിന്റെ വകയാ, റാപ്ചറിൽ എടുക്കപ്പെടാനുള്ള വകയാ, ഇത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വകയാ, ഇത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നേടിയെടുത്ത വകയാ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഒരു മുദ്ര നമുക്ക് അടിച്ചു തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ മുദ്ര സ്വീകരിക്കുവാൻ നമ്മൾ പണം കൊടുത്തില്ല, ശബത്ത് ആചരിച്ചില്ല, ജലസ്നാനം സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ 10 കൽപ്പനയും പ്രമാണവും ഇതൊന്നും പാലിച്ചിട്ടല്ല ഈ പാസ്പോർട്ട് നമുക്ക് തന്നത്. മനസ്സിലായോ? നമ്മളെന്തോ ദാനധർമ്മം കൊടുത്തിട്ടല്ല, നമുക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടല്ല, കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ടല്ല, കൈവെട്ടിക്കളഞ്ഞിട്ടല്ല ഈ പാസ്പോർട്ട് ദൈവം തന്നത്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സുവിശേഷം കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്നുള്ള മാത്രയിൽ എൻ്റെ നിരവധിയായ പാപങ്ങൾ ദൈവം എഴുതി തള്ളിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ആ പാസ്പോർട്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആരെങ്കിലും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇത്രയേ ചെയ്യാനുള്ളൂ. കർത്താവേ, എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനത് അതരം കൊണ്ട് ഏറ്റുപറയുന്നു, ദൈവസന്നിധിയിൽ ഞാനത് അംഗീകരിക്കുന്നു. ഇത്രയേ വേണ്ടൂ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി. രക്ഷ വ്യക്തിപരമാണ്. ഒരു പരസഹായവും നമുക്ക് വേണ്ട. ഒരു കുർബാന സ്വീകരണമോ അല്ലെങ്കിൽ ഒരു കുംഭസ്ഥാനമോ നമുക്ക് ആവശ്യമില്ല. ഇവിടെ എങ്ങനെയാ നമുക്ക് പാപമോചനം ലഭിച്ചത്? അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവിടുത്തെ കൃപയാൽ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനവും വീണ്ടെടുപ്പുമുണ്ട്. അവന്റെ രക്തത്താലാണ് നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും കുമ്പസാരിച്ചത് കൊണ്ടോ, എന്തെങ്കിലും ശയനപ്രദക്ഷിണം നടത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ നാവിൽ ശൂലം കയറ്റിയത് കൊണ്ടോ, ഇങ്ങനെയൊന്നും ചെയ്ത് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചത് കൊണ്ടല്ല നമ്മുടെ പാപമോചനം നമുക്ക് ലഭിച്ചത്. എൻ്റെ പാപത്തിന് പരിഹാരം കർത്താവ് ക്രൂശിൽ നിവർത്തിച്ചു. എനിക്ക് വേണ്ടിയുള്ള ശിക്ഷ മുഴുവനും യേശു ക്രിസ്തു അനുഭവിച്ചു തീർത്തു.
അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടല്ല എനിക്ക് ആ രക്ഷ കിട്ടുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത ആ പാപപരിഹാരത്തിലാണ് എനിക്ക് രക്ഷ. പ്രൈസ് ദി ലോർഡ്. അത് വ്യക്തമായി എഫെസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുക. നമുക്കൊരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വതയുള്ളവരാക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയാണ്. എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും സകല വിജ്ഞാനവും ഇങ്ങനെയുള്ള സത്യങ്ങളും ഉപദേശിക്കുകയാണ്. എന്താണ് പൗലോസ് പറഞ്ഞത്? രത്ന ചുരുക്കം, ഈ സത്യം കൃത്യമായി ലോകത്തോട് അറിയിക്കുകയാണ്. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും മനസ്സിലാക്കേണ്ട ഈ ജ്ഞാനമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. താഴേക്കുള്ള വാക്യം, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നിൽ പ്രവർത്തിക്കുന്ന ഇടപെടുന്ന ശക്തിയാൽ ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നത് എന്നുള്ളതാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. എന്ന് പറഞ്ഞതിന്റെ സാരം എന്താണ്? ദൈവത്തിന്റെ ഈ പദ്ധതി ഉണ്ടല്ലോ, സൗജന്യമായി ഒരു രക്ഷിക്കപ്പെടുന്ന പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് ലോകത്തോട് സകലരോടും പറയണം. ഈ ജ്ഞാനം, ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിക്കണം. ആ എത്തിക്കുമ്പോൾ അവർ കേൾക്കുന്ന സുവിശേഷം കേട്ട് അവർ രക്ഷിക്കപ്പെടണം. കർത്താവിന്റെ വരവിൽ അവർ എടുക്കപ്പെടണം. അതിനു വേണ്ടിയാണ് തങ്ങളിൽ ഇപ്പോൾ ദൈവം ശക്തിയാൽ ഇടപെടുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ പൂർണ്ണ ധൈര്യത്തോടെ പൂർണ്ണ ശക്തിയോടെ ഇത് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് എന്ന് പൗലോസ് പറയുക. അത് തന്നെയാണ് ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഈ സഭയുടെയും ഗ്രേസ് ചർച്ച് പറവൂരിന്റെയും ഉദ്ദേശം. ഞങ്ങളുടെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ അറിവോടും ജ്ഞാനത്തോടും എല്ലാവരെയും ക്രിസ്തുവിൽ പക്വമതികളാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഉപദേശിക്കുകയും ആ ലക്ഷ്യം നിർത്തിക്കൊണ്ട് അവരെ ഉത്സാഹിപ്പിക്കുകയും, ദൈവം ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് പോലെ നിങ്ങളെയും ഞങ്ങൾ ഉത്സാഹിപ്പിക്കുകയാണ്. കാരണം പൗലോസ് വ്യക്തമായി പറയുകയാണ്, ദൈവം ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി കൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സുവിശേഷീകരണം. ദൈവം ഞങ്ങളെ ശക്തീകരിക്കുമ്പോഴാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ പല പ്രിയപ്പെട്ടവർക്കും അറിയാം, 8 വർഷവും 8 മാസവും ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ മറ്റൊരു ജോലിക്ക് പോയിട്ട്, അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയിട്ട് ഏകദേശം ഒരു 7 വർഷത്തോളം അതിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിർത്തി ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തിനു വേണ്ടി നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവം ഞങ്ങളിൽ ഒരു ശക്തിയോടെ ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, സാമ്പത്തികമായൊക്കെ ഒത്തിരി ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടെങ്കിലും ഇന്ന് വരെ കടമില്ല, ഉണ്ണാനും എടുക്കുവാനുമുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജിൽ ബാലൻസ്ഡ് ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഒരു ലോക മനുഷ്യന് ചിന്തിക്കാം, എന്തിനാണ് ദൈവസഭ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ നിന്നുകൊണ്ട് അതിനുവേണ്ടി ഒരു ജോലിക്കും പോകാൻ കഴിയാതെ, വിദേശ യാത്രകൾ ചെയ്യാൻ കഴിയാതെ ഈ സഭയുമായി അല്ലെങ്കിൽ ഈ ഉപദേശവുമായി ഇരിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അല്ലെ ഗൾഫിൽ പോയി എന്തെങ്കിലും അടിച്ചു വാരുന്ന ജോലി ചെയ്താലും കിട്ടും 10-30,000 രൂപ, ഏറ്റവും ചുരുങ്ങിയത് അല്ലേ. ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ 50,000 രൂപയുടെ സ്കെയിലുണ്ട്, ശമ്പള സ്കെയില്. എന്നാൽ വരുമാനവും ഇല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഭൗതികമായ ഒരു നന്മകളും ആഗ്രഹിക്കാതെ, എന്തിനു വേണ്ടി ഈ ദൈവസഭയിൽ ഈ കൊച്ചു കൂട്ടായ്മയുടെ ഒരു പാസ്റ്ററായി ഞാനിരിക്കുന്നു. അവിടെയാണ് ദൈവം തന്നിരിക്കുന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം, ലോകത്തിൽ കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ജോലി കൂലി നോക്കിയിട്ടല്ല ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നത്. ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയില്ല ഭൗമികമായി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ദൈവമാണ് ഞങ്ങളിത് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നിനും ഒരു കുറവില്ലാതെ ഞങ്ങളെ ബാലൻസ്ഡ് ക്രിസ്തീയ ജീവിതത്തിലൂടെ ദൈവം നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് പോവുകയാ. യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇടുന്നുണ്ടല്ലോ, 160ഓളം മെസ്സേജുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു മെസ്സേജ് തയ്യാറാക്കണമെങ്കിൽ എത്ര മണിക്കൂർ നേരത്തെ അധ്വാനം അതിന്റെ പുറകിലുണ്ടെന്ന് അറിയാമോ? ഒരു മെസ്സേജ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് പ്രാർത്ഥിച്ച് ആ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും അറിയാതെ വല്ല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്ത് ഒരു 4-5 മണിക്കൂർ അധ്വാനിച്ചിട്ട ഒരു 20, 30, 40 മിനിറ്റുള്ള ഒരു മെസ്സേജ് തയ്യാറാക്കി
യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. 5 മണിക്കൂർ പുറത്തു പോയി അധ്വാനിച്ചാൽ എനിക്ക് എത്ര രൂപ കിട്ടും? ചുരുങ്ങിയത് 500 രൂപ കിട്ടും. മനസ്സിലായോ? എന്നാൽ യൂട്യൂബിൽ ആ മെസ്സേജ് വരുമ്പോൾ ഒരു പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കാതെ ഈ മെസ്സേജ് ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം എന്താ? ഇവിടെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും പൗലോസ് പറയുന്നു, നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുകയാ. പ്രതിഫലം കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിത്യതയിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് കിരീടങ്ങളെ കിട്ടും, പ്രശംസാ കിരീടം കിട്ടും. അങ്ങനെ നിരവധിയായ കിരീടങ്ങൾ ദൈവം തരും. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ അധ്വാനം വൃഥാവല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇതൊരു മാനുഷികമായ നിലയിൽ നിന്നുകൊണ്ട് ഒരു സഭയുടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. മാനുഷികമായ നിലയിൽ നിന്നുകൊണ്ട് പലതും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വേല ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ചെയ്തു പോകും മാനുഷികമായ നിലയിൽ. എന്നാൽ പൗലോസ് ഇപ്പോൾ വായിച്ച വചനമുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ശക്തിയോടുകൂടി ദൈവത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ചിലതൊക്കെ പറയുകയാ. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. കൊലോസ്യ ലേഖനം 1:29 വാക്യം. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. അവൻ എന്നിൽ ഉത്തേജിപ്പിക്കുന്ന ശക്തി കൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലാഭം നോക്കിയിട്ടല്ല, പേരും പ്രശസ്തി നോക്കിയിട്ടല്ല. ഇതെല്ലാം നോക്കണമെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ മതി. പണവും പ്രശസ്തിയും അവിടെയുണ്ട്, അല്ലേ? നിസ്സാരമായ വാർത്തകൾ പോലും യൂട്യൂബിൽ കാണുന്നവര് ലക്ഷങ്ങൾ. എന്നാൽ ഈ മാർമിക സത്യം വെളിപ്പെടുത്തുന്ന ഈ മെസ്സേജ് കേൾക്കുവാൻ വെറും 300-400 പേര്. കഴിഞ്ഞ ദിവസം ഞാനൊരു സൂം മീറ്റിങ്ങിൽ കയറി. ആരോഗ്യ സംബന്ധമായി പറയുന്ന ഒരു സൂം മീറ്റിങ്ങിൽ എന്നെ നിർബന്ധിച്ച് അതിൽ കയറ്റിയതാ. കയറാൻ പറഞ്ഞ ലിങ്ക് അയച്ചു. ആ മനുഷ്യനോടുള്ള ബഹുമാനാർത്ഥം ഞാനതിൽ കയറി. 430 പേർ ജോയിൻ ചെയ്തിരിക്കുക. 60-70 വയസ്സ് വരെ എങ്ങനെ ആരോഗ്യമായിട്ടിരിക്കാം എന്ന് പറയുന്ന ഒരു ക്ലാസ് കേൾക്കുവാൻ 430 പേര്. ജാതി മതഭേദമന്യേ അനേകം മുസ്ലിം സഹോദരന്മാരെയും ഞാൻ കണ്ടു. അങ്ങനെ പറയാൻ കാരണം തലയിലിട്ടിരിക്കുന്ന പർദ്ദയാണ് മുസ്ലിമാണെന്നും നെറ്റിയിൽ വരച്ചിരിക്കുന്ന കുറിയാണ് ഹിന്ദു എന്നും മനസ്സിലാക്കുവാൻ കാര്യമായത്. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശാണ് ചിലർ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാക്കാൻ കാരണമായത്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന വിഷയത്തെ, അതിന്റെ മിസ്റ്ററിയെ കുറിച്ചും മർമിക സത്യങ്ങളെ കുറിച്ച് പറയുവാൻ ആ മീറ്റിംഗിൽ വന്നു ചേർന്നത് 430 പേര്. ഈ സ്വർഗീയ സത്യം പൗലോസ് പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതരായിക്കൊണ്ട് അവൻ ഞങ്ങളെ ശക്തിപ്പെടുന്നതനുസരിച്ച് ഞങ്ങൾ പറയുന്ന സുവിശേഷം കേൾക്കുവാൻ ഒരു സൂം മീറ്റിംഗ് വെച്ചാൽ, ഒരു സഭായോഗം വെച്ചാൽ വരുന്നത് ഈ കൈകളിലും കാലുകളിലും എണ്ണാൻ പാകത്തിനുള്ള ആളുകൾ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നാശത്തിലേക്ക് പോകുന്നവർ അനേകരാണ്. വിശാലമായ മാർഗത്തിലേക്ക് പോകുന്നവർ അനേകരാണ്. വെറും 70-80-100 വയസ്സ് വരെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ആരോഗ്യം കാത്തുരക്ഷിക്കുവാൻ അനേകരാണുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു നിത്യതയുണ്ടെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൽ ദൈവം ഒരു പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അങ്ങ് നിത്യതയിൽ പുത്തനാം യെരൂശലേമിൽ നിത്യമായി ഒന്നിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് കൂടി വസിക്കുമെന്ന് പറയുമ്പോൾ, മരണമില്ലാത്ത രോഗമില്ലാത്ത ഒരവസ്ഥയിൽ നാം ദൈവത്തോടുകൂടെ നിത്യമായി സന്തോഷത്തോടുകൂടി വാഴുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുവാൻ ആളില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ അപകടം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദുരാഗ്രഹികളും സമ്പത്തുണ്ടാക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെയും എഴുന്നേറ്റ് വരും. നീയോ ആരിൽ നിന്ന് ഇത് പഠിച്ചു എന്ന് കരുതി നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും കാത്തുകൊള്ളുക. അങ്ങനെ നിന്റെ ശ്രോതാക്കളെ നീ നേടും. നീ പഠിച്ചത് ആരിൽ നിന്നാണ് കരുതി നീ ആ പഠിച്ചതിൽ നിശ്ചയം പ്രാപിക്കുക, ഉറച്ചിരിക്കുക എന്ന് പൗലോസ് തീത്തോസിനോടും പറയുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ളൊരു ആഹ്വാനം ദൈവസഭയിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയണം. നമുക്ക് പോലും ഇത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് ലോകം കൂപ്പുകുത്തും. ദൈവം നമ്മിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഈ ശക്തിയാൽ നമുക്കിത് ലോകത്തോട് അറിയിക്കാം. അങ്ങനെ അറിയിച്ചപ്പോഴാണ് ഇറ്റലിയിലുള്ള ഒരു പ്രിയ സഹോദരൻ ഇന്ന് പകലിൽ നമ്മുടെ ആലയത്തിൽ വന്നിരിക്കുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ അറുതുവരെയും ഈ സുവിശേഷം അറിയിക്കുകയോ. ഇറ്റലിയിലുള്ള ഒരു സഹോദരൻ ഇന്ന് നമ്മുടെ ഈ പകൽക്കാലം ചർച്ചിൽ വന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരനെ കുടുംബമായി ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ
അന്തിമമായ തീരുമാനം, അന്തിമമായ പദ്ധതി, നടപ്പിലാകുന്ന പദ്ധതി ദൈവത്തിൻ്റെതായിരിക്കും. ആ യഥാർത്ഥമായ ഇന്ന് നിലവിലുള്ള പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ആ പദ്ധതിയിൽ നിന്നുകൊണ്ട് ബുദ്ധിപൂർവം ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.